ഓസീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ തുടർച്ചയായി 2 മത്സരങ്ങളിൽ ഡെക്കായപ്പോൾ പലരും പറഞ്ഞു അയാളുടെ നല്ല കാലം കഴിഞ്ഞെന്ന്. ചിലർ അയാൾ വിരമിച്ചു പോകണമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഇനിയും അയാൾ ഈ ടീമിൽ ഒരു ബാധ്യതയായി മാറരുതെന്ന് മറ്റു ചിലർ പറയുന്നു. ഗൗതം ഗംഭീറും അജിത് അഗാക്കറും അയാളുടെ ചീത്ത നേരത്തിനായി കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ അവരും സന്തോഷവാനായിരുന്നു. കാരണം ടെസ്റ്റിൽ നിന്ന് വിരാട് കോഹ്ലിയെ നിർബന്ധിപ്പിച്ച് വിരമിപ്പിച്ചത് അവർ തന്നെയാണ്. ഏകദിനത്തിലും അവർക്ക് വിരാട്ടിനെ വിരമിപ്പിക്കേണ്ടതുണ്ട്. അതിനിടക്ക് രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും ആഭ്യന്തര ടൂർണമെന്റുകളിൽ കളിച്ചാൽ മാത്രമേ ഇനി ടീമിൽ എടുക്കുകയുള്ളൂ എന്നും തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ 3ാമത്തെ ഏകദിന പരമ്പരയിൽ അയാളുടെ തിരിച്ചുവരവാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. ആദ്യ 2 മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ 3ാമത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ ചിറകിലേറിക്കൊണ്ട് ഇന്ത്യ വിജയിക്കുകയാണ്. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു അയാൾ ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. അടുത്ത പരമ്പര ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നു. ആ മത്സരത്തിൽ 135 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2ാമത്തെ ഏകദിന മത്സരത്തിലും വിരാട് കോഹ്ലി തുടർച്ചയായി സെഞ്ചുറി നേടുകയാണ്. 3ാമത്തെ മത്സരത്തിൽ ഔട്ടാകാതെ അയാൾ 50യും നേടി. തന്നെ വിമർശിച്ചവർക്കും കുത്തുവാക്കുകൾ പറഞ്ഞവർക്കും മറുപടി അയാൾ പ്രകടനത്തിലൂടെ കൊടുക്കുകയാണ്. തുടർച്ചയായി 2 സെഞ്ചുറിയിലൂടെ പിന്നീടുള്ള മത്സരത്തിൽ 50യിലൂടെ വിമർശകർക്കും അയാളെ കളിയാക്കിയവർക്കും മറുപടി കൊടുക്കുന്നു. അതെ, തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാകണം. പലരും വിമർശിച്ചിടത്ത് വിരമിച്ചു പോകണമെന്ന് പറഞ്ഞിടത്ത് അയാൾ അതിഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു. ഒരു 2017-18 കാലഘട്ടത്തിൽ കോഹ്ലി എങ്ങനെയാണോ കളിച്ചത് അതേ കോഹ്ലിയെ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇപ്പോഴത്തെ അയാളുടെ കളി കണ്ടാൽ അയാളുടെ പീക്ക് ടീമാണെന്ന് തോന്നിപ്പോകും. അത്രക്കും മികച്ച കളിയാണ് അയാൾ പുറത്തെടുക്കുന്നത്. എങ്ങനെ കളിക്കാതിരിക്കും? പലർക്കും അയാൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ആ മറുപടി കൊടുക്കൽ അവസാനിച്ചിട്ടില്ല. ന്യൂസിലാൻഡിനെതിരെ 2026 ആദ്യ മത്സരം വരികയാണ്. എന്നാൽ ഈ ഏകദിന മത്സരത്തിലും അയാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നല്ല ഇന്നിങ്സാണ് കളിച്ചത്. 91 ബോളിൽ നിന്ന് 93 റൺസ് നേടി അയാൾ ഔട്ടാകുന്നുണ്ട്. സെഞ്ചുറിക്ക് വെറും 7 റൺസ് അകലെയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ മികച്ച പെർഫോമൻസാണ് അയാൾ കാഴ്ചവെച്ചത്. ഇയാളിത് എന്തൊരു മനുഷ്യനാണ്! ഇതിനെ നമുക്ക് നന്ദി പറയേണ്ടത് അജിത് അഗാക്കറിനോടും ഗൗതം ഗംഭീറിനോടുമാണ്. കാരണം അവരല്ലേ ഈ മനുഷ്യനെ വെറുതെ ചൊറിഞ്ഞിട്ടത്. ഇപ്പോൾ അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി. ലോക ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ കളിത്തോഴനാണ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. 9ാം വയസ്സിലാണ് താരത്തിലെ ക്രിക്കറ്റ് പ്രതിഭയെ പരിശീലകൻ രാജ്കുമാർ ശർമ്മ തിരിച്ചറിയുന്നത്. വിരാടിന്റെ ജീവിതത്തിന്റെ നാൾവഴികൾ അന്ന് മുതലായിരുന്നു. 1999കളുടെ അവസാനത്തിൽ ഡൽഹിക്കാരൻ പ്രേം കോഹ്ലി തന്റെ 2 മക്കളെയും വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാദമിയിൽ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ ചേർക്കുന്നുണ്ട്. 20 ദിവസങ്ങൾക്ക് ശേഷം പരിശീലകൻ രാജ്കുമാർ ശർമ്മ അതിലൊരാളുടെ മാസ്മരിക പ്രതിഭയെ തിരിച്ചറിഞ്ഞു. 9 വയസ്സ് മുതൽ രാജ്കുമാർ അവനെ പരിശീലിപ്പിച്ചു. യുവ ക്രിക്കറ്ററായി വളർന്നു വന്ന് അവൻ 2006 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങി. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ മാറ്റിമറിച്ച ചരിത്രമാണ്. 18ാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ കോഹ്ലി കളിക്കവെയാണ് അച്ഛൻ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. കോഹ്ലിയിലെ ക്രിക്കറ്റ് മോഹങ്ങൾക്ക് ചിറകുമുളിപ്പിച്ചത് അച്ഛനായിരുന്നു. അച്ഛൻ മരിച്ചതറിയാതെ കോഹ്ലി അന്ന് മത്സരം മുഴുവനാക്കി. 90 റൺസ് അന്ന് ഡൽഹിക്കായി അദ്ദേഹം നേടിയിരുന്നു. വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ താരത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള ദിവസമായിരുന്നു കാത്തിരുന്നത്. 2007 ഇന്ത്യയുടെ അണ്ടർ-19 ക്രിക്കറ്റ് ടീം നായകനായി വിരാട് കോഹ്ലി മാറുന്നത്. മലേഷ്യയിൽ നടന്ന ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടി. അണ്ടർ-19 ലോകകപ്പ് കിരീട നേട്ടത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന 2ാമത്തെ നായകനായിരുന്നു വിരാട് കോഹ്ലി. ഇന്ത്യ എ ടീമിൽ കോഹ്ലിയുടെ പ്രകടനം കണ്ട് ഇന്ത്യൻ ടീം സെലക്ടർ ദിലീപ് വെങ്സർക്കറാണ് താരത്തെ ദേശീയ ടീമിലേക്ക് നിർദ്ദേശിച്ചത്. നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കും കോച്ച് ഗ്യാരി കേസ്റ്റനും ആദ്യം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ 2008 സച്ചിനും സെവാഗും പരിക്ക് പറ്റി മാറി നിന്ന പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓപ്പണറായി കോഹ്ലി അരങ്ങേറി. $33 മിനിറ്റ് ഗ്രീസിൽ നിന്ന കോഹ്ലി 22 പന്തിൽ നിന്നും വെറും 12 റൺസ് എടുത്ത് പുറത്തായി. അരങ്ങേറ്റത്തിന് ശേഷം 1 വർഷത്തോളം കോഹ്ലിക്ക് ടീമിൽ സ്ഥാനമുണ്ടായിരുന്നില്ല.
ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ കോഹ്ലി വീണ്ടും ഇടം പിടിച്ചു. തന്റെ 13ാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ സെഞ്ചുറി നേടി താരം വരവറിയിക്കുന്നുണ്ട്. 2010-ൽ 24 മത്സരങ്ങളിൽ നിന്ന് 995 റൺസ് നേടി കോഹ്ലി ഇന്ത്യയുടെ ആ വർഷത്തെ റൺ ടോപ്പ് സ്കോററായി. മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ 2011-ൽ ഇന്ത്യ ലോകകപ്പ് കിരീടം നേടുമ്പോൾ കോഹ്ലിയും ടീമിലെ ഒരു പ്രധാന താരമായിരുന്നു. ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം സെഞ്ചുറിയും നേടി. ലോകകപ്പ് നേടിയ ശേഷം സച്ചിൻ ടെണ്ടുൽക്കറെ തോളിലേറ്റിയ കോഹ്ലിയുടെ ചിത്രം ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാകില്ല. 2011 ശേഷമുള്ള 3 വർഷം വിരാട് കോഹ്ലി ലോക ക്രിക്കറ്റിൽ തന്റെ ബാറ്റ് കൊണ്ട് പുതിയ ചരിത്രം രചിച്ചു തുടങ്ങി. ലോകം ആ ഇതിഹാസ താരത്തെ ശരിക്കും തിരിച്ചറിഞ്ഞത് ആ സമയങ്ങളിലായിരുന്നു. 3 ഫോർമാറ്റിലും ഒരേപോലെ തിളങ്ങിയ കോഹ്ലി ഇന്ത്യൻ മധ്യനിരയുടെ കരുത്തായി മാറി. 2014-ലെ ലോക T20 ക്രിക്കറ്റിലെ ടോപ്പ് സ്കോററായിരുന്നു വിരാട് കോഹ്ലി. 2015-ലാണ് ടെസ്റ്റ് ടീമിന്റെ നായകനായി വിരാട് കോഹ്ലി എത്തുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി അവിചാരിതമായി ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചപ്പോഴാണ് കോഹ്ലിയെ ടീം മാനേജ്മെന്റ് നായകസ്ഥാനം ഏൽപ്പിക്കുന്നത്. പിന്നീട് ഇന്ത്യയെ ലോക റാങ്കിങ്ങിൽ അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് നയിച്ചു. 2017 മുതലാണ് T20 ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങുന്നത്. 2019 ലോകകപ്പിൽ കോഹ്ലിയുടെ നേതൃത്വത്തിൽ ടീം സെമി ഫൈനലിൽ തോറ്റ് പുറത്താകുന്നുണ്ട്. നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ICC ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി. ഈ ഡൽഹിക്കാരൻ ലോക ക്രിക്കറ്റിൽ എത്തിപ്പിടിക്കാത്ത റെക്കോർഡുകൾ കുറവ് തന്നെയാണ്. ഇനിയും മുന്നോട്ട് തന്നെയാണ് അയാളുടെ യാത്ര. പക്ഷേ ഇന്നയാൾ T20-യിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. നിലവിൽ അയാൾ കളിക്കുന്നത് ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ്. അവിടെയും പലർക്കും മറുപടി കൊടുത്ത് അയാൾ മുന്നേറുകയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങളിൽ തുടർച്ചയായി ഡെക്കായപ്പോൾ പലരും പറഞ്ഞു അയാളുടെ കാലം അവസാനിച്ചു, അയാളുടെ നല്ല കാലം കഴിഞ്ഞു എന്ന്. എന്നാൽ 3ാമത്തെ ഏകദിന മത്സരത്തിൽ പലർക്കും നല്ലൊരു ഇന്നിംഗ്സിലൂടെ അയാൾ മറുപടി കൊടുക്കുന്നുണ്ട്. അവസാനമായി കളിച്ച സൗത്ത് ആഫ്രിക്ക പരമ്പരയിലും മികച്ച പ്രകടനമാണ് അയാൾ കാഴ്ചവെച്ചത്. അന്ന് അയാളുടെ മികച്ച 2 സെഞ്ചുറികൾ നിങ്ങൾ കണ്ടതല്ലേ. അയാൾ തന്നെ തളർത്തിയവർക്ക്, തന്നെ വിമർശിച്ചവർക്ക് മറുപടി കൊടുക്കുകയാണ്. ക്രിക്കറ്റിനെ കായിക വിനോദത്തിനുമപ്പുറം വികാരമാക്കിയ മനുഷ്യനാണ്. ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ പെരുമഴ പെയ്യിപ്പിച്ച ബാറ്ററാണ്. ഗ്രേറ്റ് ഫിനിഷറാണ്. ക്രിക്കറ്റിൽ ഇനി അണിയാൻ വേഷങ്ങളില്ലാത്ത പ്രതിഭയാണ് അയാൾ. ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ. ഏകദിനത്തിൽ 10,000-ത്തിലധികം റൺസ് നേടിയ ബാറ്റർമാരിൽ ഏറ്റവും മികച്ച ശരാശരി. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ്. ഇങ്ങനെ എത്രയെത്ര റെക്കോർഡുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായ വിരാട് കോഹ്ലി ക്രിക്കറ്റ് മേഖലയ്ക്കുമപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്.